അങ്ങനെ അട്ടപ്പാടിയിലെത്തി ആദ്യത്തെ ദിവസം നമ്മൾ കൗണ്ടിക്കലിലേക്കാണ് പോയത്. അങ്ങനെ കൗണ്ടിക്കലിൽ അവരോട് നമ്മൾ പറഞ്ഞു അയ്യപ്പനും കോശിയിൽ ഒരു ചെറിയ ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ വഴി ഇതുവരെ പോയി നോക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടേക്ക് ആദ്യമായിട്ടാണ്, അപ്പുറത്തെ സൈഡിൽ പോയിട്ടുണ്ട് എങ്കിലും ഇവിടേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്ക് ഇതിലൊന്ന് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ കയറി വന്നു. ഇത് ആൾക്കാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന ഒരു സൈഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ആരും പോകാറില്ലല്ലോ, നിങ്ങളെന്താ അവിടേക്ക് പോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ നല്ല കാറ്റാണ്, ഒരുപാട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ നല്ല സ്പോട്ടാണ് ഇവിടെ. ഇവിടെ നിന്ന് നമുക്ക് കാറ്റാടിയൊക്കെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഇതൊരു വ്യൂ പോയിൻ്റ് അല്ലാതെ ഇരുന്നിട്ട് കൂടി അവർക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുട്ടിയുമായിട്ടൊരു സൈഡിലിരുന്ന് റെസ്റ്റ് ചെയ്തു. കാറ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അട്ടപ്പാടിയിൽ അട്ടപ്പാടിക്കാർ പോലും കണ്ടിട്ടില്ലാത്ത എത്ര സ്ഥലങ്ങളുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ അട്ടപ്പാടിയിൽ നരസിമുക്ക് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ എന്തോരം തിരക്കാലേ. പക്ഷേ ഇങ്ങനെയുള്ള ഹിഡൻ സ്പോട്ടുകൾ ആരും അറിയാതെ പോകുന്ന സ്ഥലങ്ങൾ പോലും എന്ത് ഭംഗിയാണ് കാണാൻ. ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ജാനുമോളും. അങ്ങനെ കാറ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നല്ല കാറ്റാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ചുകൂടി മുകളിലേക്ക് കയറാൻ തീരുമാനിച്ചു. അങ്ങനെ ചെറിയൊരു വഴി അവിടെ ഉണ്ടായിരുന്നു, അതിൽ മുകളിലേക്ക് പോയപ്പോൾ അവിടെ അടിപൊളി. ഇവിടെ നിന്ന് ആരും അങ്ങനെ വരാറില്ല എന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കാണാനും നല്ല രസമാണ്, തിരക്കൊന്നും ഇല്ലാതെ. ശരിക്കും അട്ടപ്പാടിക്ക് വരുമ്പോൾ എനിക്ക് അട്ടപ്പാടിയിലുള്ള ആരെങ്കിലും ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെയുള്ള നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങളിൽ, തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് അവർക്കറിയാവുന്ന സ്പോട്ടിലൊക്കെ പോകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. എപ്പോഴും എല്ലാവരും പോയി കാണുന്ന സ്പോട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആരും കാണാത്ത അല്ലെങ്കിൽ അധികം ആരും എപ്പോഴും പോവാത്ത സ്ഥലങ്ങളൊക്കെ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതും അടിപൊളിയല്ലേ. ഇതുപോലെ എത്രയോ സ്ഥലങ്ങൾ അട്ടപ്പാടിയിലുണ്ട്. അങ്ങനെ ജാനൂസും ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാറ്റൊക്കെ വരുമ്പോൾ ജാനൂസിന് എന്തൊരു സന്തോഷമാണോ, അവളിങ്ങനെ കൈകൊട്ടി എന്തൊരു സന്തോഷമായിരുന്നു. അവളത് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലൊക്കെ കാണാനായിട്ട് പറ്റും. കയറിയ പോലെ എളുപ്പമായിരുന്നില്ല തിരിച്ചിറങ്ങി വരാനായിട്ട്. തെന്നലുണ്ടായിരുന്നു, പിന്നെ കുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന കൊങ്ങിണിയൊക്കെ മാറ്റി കൊടുക്കുമായിരുന്നു. അങ്ങനെ നമ്മളിത് താഴെ എത്തി. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിലും കൂടെ റോട്ടിലിറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിലോടും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പുറത്തെ സൈഡിൽ ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് നടന്ന് റോട്ടിലേക്ക് എത്തി. ഇവർക്കങ്ങനെ പോകാനൊന്നും തോന്നുന്നില്ല, പക്ഷേ ഇതൊന്നും അല്ലല്ലോ, നമുക്കിനി കാണാൻ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നു. കാലാവസ്ഥയൊക്കെ എപ്പോഴാണ് മാറുകയെന്ന് പറയാൻ പറ്റില്ല. മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തിരിച്ച് പോവുകയും വേണം, എന്നാൽ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യുകയും വേണം. ഈ മണ്ണിട്ട റോഡൊക്കെ എപ്പോഴും വണ്ടിയിലൊക്കെ പോകുമ്പോൾ കാണുമെങ്കിലും ഇവിടെ എന്താ എന്നറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. എങ്കിലും ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല, അതെനിക്ക് മോശമായി പോയി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും വരാറുള്ള കൗണ്ടിക്കലിലെ വ്യൂ പോയിൻറ്റിൽ നമ്മൾ വന്നു. അങ്ങനെ അതും അവർക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ദൂരം നമ്മൾ അങ്ങോട്ട് പോയില്ല, കാരണം മഴയൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ അധിക ദൂരം നടക്കാതെ ഇവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിന്ന് എല്ലാം കണ്ട് എൻജോയ് ചെയ്തു. ഇവിടെയും നല്ല കാറ്റായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാവൽപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ്റെ അടുത്തുനിന്ന്. അവൾ അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യായിരുന്നു. അവൾക്ക് പൂവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ പൂവൊക്കെ അവൾ അവിടെ ഇരുന്ന് പറിച്ച് കളയുന്നുണ്ട്. അങ്ങനെയാണ് ഈ വെളുത്ത സാധനം എന്താ ചേച്ചി എന്ന് എന്നോട് ചോദിച്ചാൽ അലീന. അപ്പോൾ ഞാൻ പറഞ്ഞത് പഞ്ഞിയടിയെന്ന്. അപ്പോൾ അവൾ പഞ്ഞിയോ എന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് കാണുകയാണ് അവൾ. അങ്ങനെ അവൾ വേഗം പോയി 2-3 പറക്കി എടുത്തുകൊണ്ട് വന്ന് അവൾക്ക് അട്ടപ്പാടിയിൽ വന്ന് എൻ്റെ ഓർമ്മയ്ക്ക് വെക്കാനാണത്ര. അങ്ങനെ അതൊക്കെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഇനി ഫുഡൊക്കെ അടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്.